ഇന്ന് രാവിലെ തന്നെ ഒരു ഷൂട്ടിന് പോവുകയാണ്. ആലപ്പുഴയിലെ ചേർത്തലയിലാണ് ഷൂട്ട് കേട്ടോ. ഒരു വീഡിയോ ആൽബമാണ്. 6:30 നമുക്ക് അമ്പലത്തിലെത്തണം. അതുകൊണ്ട് ഏർലി മോർണിംഗ് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. മീനാക്ഷി ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. 6:30 ആകുമ്പോഴേക്കും മേക്കപ്പ് ചെയ്തിരിക്കുന്നതാണ് മീനാക്ഷി. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ മീനാക്ഷി. ഇനിയും കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഡയറക്ടർ സാറ് സൂരജ് സാറും മേക്കപ്പിനായിട്ട് ഒരു കൈസഹായത്തിനായിട്ട് നിൽക്കുന്നുണ്ട്. ഓൾറെഡി നമുക്ക് മേക്കപ്പ് മാൻ ഉണ്ട്. പിന്നെ ഇത് വിഷ്ണു ആണ് ഈ വീഡിയോ ആൽബം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഇതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളതും വിഷ്ണുവാണ്. വിഷ്ണു ഇതിൽ ചെറിയൊരു റോള് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ പന്തങ്ങളൊക്കെ റെഡിയാണ്. അതായത് ഈ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അതൊക്കെ ഇത് ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മീനാക്ഷിയുടെ അമ്മയുണ്ട്, ചെറിയമ്മയുണ്ട്, അങ്ങനെ ഫാമിലി മെമ്പേഴ്സാണ് എല്ലാവരും കേട്ടോ. ക്യാമറാമാനെ പരിചയപ്പെടുത്താൻ മറന്നു. ഇത് നമ്മുടെ ക്യാമറാമാൻ ഡാനി, ഇത് അസിസ്റ്റന്റ് ക്യാമറാമാൻ അഭിലാഷ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് നല്ല കിടിലനായിട്ട് അടിപൊളിയായിട്ട് ഷൂട്ടൊക്കെ ഗംഭീരമായിട്ട് നടന്നു. നല്ലൊരു ഷൂട്ടായിരുന്നു. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചയായി. അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എന്ന്. കാരണം 1 മണിയായപ്പോഴേ നല്ല വിശപ്പ് വന്നു തുടങ്ങി. അങ്ങനെ ഷൂട്ട് പാക്കപ്പ് ചെയ്തു. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മീനാക്ഷിയുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ മീനാക്ഷിയുടെ വീട്ടിലെത്തി. ഇവിടെ ഇഡ്ഡലി, ദോശ, സാമ്പാർ, ചട്നി, ചായ എല്ലാം റെഡിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ വരും എന്ന് വിചാരിച്ചിട്ട് ഇവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരം കിട്ടിയില്ല. അതുകൊണ്ട് അതാണ് ഇപ്പോൾ ഇരുന്ന് കഴിക്കണേ കേട്ടോ. പിന്നെ മീനാക്ഷിയുടെ അച്ഛനും അമ്മയും ഒക്കെ ഭയങ്കര കോപ്പറേറ്റീവാണ് കേട്ടോ. നല്ല സ്നേഹമുള്ള അച്ഛനും അമ്മയ്ക്കാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ ഒരു ചിങ്കാരി അവിടുന്ന് കുടുങ്ങി വരുന്നുണ്ട്. ഇത് മീനാക്ഷിയുടെ പ്രിയപ്പെട്ട സ്കൈ ആണ് കേട്ടോ. അപ്പോൾ അവള് ഭയങ്കര എന്താ പറയുക, പെറ്റ്സിനെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇതുപോലുള്ള കൊച്ചു കുട്ടികളെ കാണുമ്പോൾ എന്തായാലും ഒന്ന് എടുക്കാൻ തോന്നൂല. അതുകൊണ്ട് ഞാനും ഒന്നെടുത്ത് കുറച്ച് നേരം അവളെ കൊഞ്ചിച്ചു. അങ്ങനെ നമ്മൾ നല്ലൊരു ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് നമ്മൾ പേക്കപ്പ് ആവുകയാണ്.